ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ടെസ്റ്റ് ഫോർ മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ പഠിക്കും, ഓരോ കോമ്പൗണ്ട്സിൻ്റെയും പഠിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ നോക്കി നോക്കി തന്നെ പോവുക. സോ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ നമുക്കറിയാം അല്ലേ, ഓരോ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും വാലിഡിറ്റിയും നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ ഫാർമക്കോപ്പിൽ റിക്വയർമെൻറ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യില്ല, റീപ്ലേസ് ഒന്നും ചെയ്യില്ല, പക്ഷെ നമുക്ക് ഐഡന്റിറ്റി കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഫാർമക്കോപ്പിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഓരോ പ്രൊഡക്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് അമിക്കാസിൻ സൾഫേറ്റ് ആണ്. സോ അമിക്കാസിൻ എന്താണ്? അമിക്കാസിൻ ഈസ് എൻ ആന്റിബയോട്ടിക് ആണ്, അത് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അമിക്കാസിൻ ഒക്കെ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വൈഡ് വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സീരീസ് ഓഫ് ഇൻഫെക്ഷൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ലൈക്ക് മെനിഞ്ചൈറ്റിസ് ഒക്കെ ഇല്ല, അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പൈനൽ കോഡ് ഒക്കെ ആയിട്ട് അറൗണ്ട് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ലങ്സ്, സ്കിൻസ്, ബോൺസ്, ജോയിൻസിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അമിക്കാസിൻ ഈസ് എൻ സെമി സിന്തറ്റിക് അമിനോ ഗ്ലൈക്കോസിഡ് ആന്റിബയോട്ടിക് ആണ് എന്നുള്ളതാണ്. സോ യെല്ലോയിഷ് വൈറ്റ് ക്രിസ്റ്റലിൻ പൗഡർ ആണ്, മിക്കവാറും മണമൊന്നും ഉണ്ടാവില്ല. മെൽറ്റിംഗ് പോയിന്റ് അപ്രോക്സിമേറ്റ് 204 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെമിക്കൽ ടെസ്റ്റ് മൂന്നും ഡിസോൾവിംഗ് ആണ്, നമുക്ക് പൗഡർ ആയതുകൊണ്ട് തന്നെ ഡിസോൾവിംഗ് 10 mg in 1 ml ഓഫ് വാട്ടറും സോഡിയം ഹൈഡ്രോക്സൈഡും 2 ml കൊബാൾട്ട് നൈട്രേറ്റും ആണെങ്കിൽ വൈൽഡ് കളർ കിട്ടും. രണ്ടാമത് 3 ml വാട്ടറിൽ 4 ml ആന്ത്രോൺ TS ആണെങ്കിൽ ബ്ലൂയിഷ് വൈൽഡ് കളർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് 20 mg in 1 ml വാട്ടർ ആൻഡ് 1 ml ബേരിയം ക്ലോറൈഡ് ആണെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കിട്ടുക. ഇൻസോലബിൾ ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ വീണ്ടും കൺഫേം ചെയ്യുന്നത്. അപ്പം ഇതിന്റെ മൂന്നിന്റെയും കളർ നോക്കുവാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും വൈൽഡ് കളറാണ്. ആൻഡ് തേർഡ് വൺ ഈസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, തിരിഞ്ഞു പോകരുത്. സോ ഡീഗ്രഡേഷൻ ടെസ്റ്റ് ആണ്, അവിടെ നമുക്ക് ഡിസ്കളറേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് വൺ നമ്മൾ ബാസിട്രാസിൻ സിങ്ക് ആണ്. സോ ബാസിട്രാസിൻ എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക് ആണ്. നമ്മൾ എ സീരീസ് ഓഫ് കുറെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ മൈനർ വൂൺസ്, കട്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഓയിൽമെന്റ് ഫോമിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ട്രോപ്പിക്കൽ ആന്റിബയോട്ടിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഈ ലോക്കലൈസ്ഡ് സ്കിന്ന്, ഐ ഇൻഫെക്ഷൻസും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇവിടെ സിങ്ക് കോംപ്ലക്സ് ഓഫ് ബാസിട്രാസിനും ഉണ്ട്. പിന്നെ ഈ ബാസിട്രാസിൻ എന്ന് പറയുന്നത് ബെസിലിസ് സബ്റ്റിൽസ് എന്നാണ്. സോ B1 B2 എന്ന് പറയുന്ന വെറൈറ്റിന്നാണ് നമുക്ക് വേരിന്നാണ് കിട്ടുന്നുണ്ടാവുക. വൈറ്റ്, പെയിൽ ബ്രൗണിഷ് യെല്ലോ പൗഡർ, ഫെയിൻഡ് ഓർഡർ, ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഇവിടെ അപ്രോക്സിമേറ്റ് 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെമിക്കൽ ടെസ്റ്റ് പറയുവാണെങ്കിൽ ഷേക്ക് 5 mg വിത്ത് 1 ml വാട്ടർ. സോ 5 mg എടുക്കുക, 1 ml വെള്ളം എടുക്കുക, അതിൽ ട്രൈ കീറ്റോ ഹൈഡ്രോനിൻ TS അപ്ലൈ ചെയ്യുക, ആൻഡ് മീൻസ് ആഡ് ചെയ്യുക. ആൻഡ് 0.5 ml പീരിഡിൻ ആഡ് ചെയ്യുക. ആൻഡ് ഹീറ്റ് ടു 100 ഡിഗ്രി സെൽഷ്യസ്, എന്നാണ് 100 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യുക. ആൻഡ് വയലറ്റ് കളർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. Next one is ignite 0.5 gram in a silica crucible, dissolve residue with sulfuric acid. So 0.5 gram silica crucible എടുക്കുക, എന്താണ് റെസിഡ്യൂ ഇൻ സൾഫ്യൂരിക് ആസിഡ് ഫിൽട്ടർ ചെയ്യുക. അതിൽ 1 ml പൊട്ടാസ്യം ഫെറോസൈനൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ വൈറ്റ് PPTയും, 1 ml കോപ്പർ സൾഫേറ്റും 1 ml അമോണിയം മെർക്യൂറി തയോസൈനേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ വയലറ്റ് PPTയും ആയിരിക്കും നമുക്ക് കിട്ടുക. ഡീഗ്രഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സൊല്യൂഷൻ ഷുഡ് റിമെയിൻ ക്ലിയർ ഓർ സ്ലൈറ്റ്ലി യെല്ലോയിഷ്. സോ ക്ലിയറോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി യെല്ലോയിഷ് ആയിരിക്കണം. ഞാൻ ഈ ഡീഗ്രഡേഷൻ ടെസ്റ്റ് എന്താണെന്നുള്ളതിന്റെ നോട്ട് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് 10 മാർക്ക് ടെസ്റ്റ് ചോദിക്കുവാണെങ്കിൽ ഡീഗ്രഡേഷൻ ടെസ്റ്റ് എന്ന് എഴുതി വെക്കുക, കാരണം നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. ഡീഗ്രഡേഷൻ ഇച്ചിരി വലിയ ടോപ്പിക്കാണ്, നമുക്കത് പഠിക്കാനായിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ബിക്കോസ് എന്താണ് എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്യാപ്റ്റോപ്രിൽ ആണ്. സോ എന്താണ് ക്യാപ്റ്റോപ്രിൽ? നിങ്ങൾ ഫാർമക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? AC ഇൻഹിബിറ്റേഴ്സ് ആണ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസ് ആണ്. സോ നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് സ്മൂത്ത് ആയിട്ട് ഫ്ലോ നടത്താനും ബ്ലഡ് പമ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാണ്. വൈറ്റ് ക്രിസ്റ്റലൈൻ ഫെയിൻ കാരക്ടറിസ്റ്റിക് ഓർഡർ ആണ്. 108 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ്. 10 mg in 2 ml ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആഡ് അയോഡിൻ TS, iodine color disappear, white turbid solution forms. So വൈറ്റ് ആയിട്ടുള്ള turbid solution ആയിരിക്കും iodine color disappear ആവുകയാണ് ചെയ്യേണ്ടാവുക. സോ ഡിസോൾവ് 10 mg in 2 ml hydrochloric acid, add iodine. So next one is dissolve 10 mg in 2 ml water, add 0.5 ml lead acetate, white precipitate കിട്ടും. 10 mg 5 ml ethanol ആഡ് ചെയ്യുക, അതിൽ ടെട്രാമീഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അതിനുശേഷം
ട്രൈഫിനൈൽ ടെട്രാസോളിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. റെഡ് കളേഴ്സ് നമുക്ക് കിട്ടുവാണ് ചെയ്യുക. ഇവിടെ ഡീഗ്രഡേഷൻ ടെസ്റ്റിൽ ഡിസ്കളറേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. 3 ടെസ്റ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അയോഡിൻ കളർ ഡിസപ്പിയർ ആയി വൈറ്റ് ടർബിഡ് ആവുന്നു, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു, ആൻഡ് റെഡ് കളർ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്കറിയാൻ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പാടാണ്, എന്നാൽ തന്നെയും എന്ത് ചെയ്യണം, നമ്മൾ അത്യാവശ്യം പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. സോ മെഗ്നീഷ്യം സൾഫേറ്റിന് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി മുതലേ പഠിക്കുന്ന കാര്യമാണ് അല്ലേ മെഗ്നീഷ്യം സൾഫേറ്റ്. ഒരുപാട് ഓയിൽമെന്റ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. ലക്സേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ആണ്, സോക്കിംഗ് സൊല്യൂഷനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊരു ആന്റി കൺവൽസന്റും കൂടെയാണ്. അത് മാത്രമല്ല കത്രാറ്റിക് ആണ്, ഇലക്ട്രോലൈറ്റ് റിപ്ലേഷർ ആണ്. പിന്നെ മെഗ്നീഷ്യം സൾഫേറ്റ് ഒരുപാട് ഓയിൽമെന്റ് ഫോമുകളിലും വരാറുണ്ട് എന്നുള്ളതാണ്. ബ്രില്യൻറ്റ് കളർലെസ് ക്രിസ്റ്റൽസ് ഓഫ് വൈറ്റ് ക്രിസ്റ്റലിൻ പൗഡറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലോറസൻ ഡ്രൈ എയർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് 1124 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ കെമിക്കൽ ടെസ്റ്റ് പറയുവാണെങ്കിൽ 10 mg in 2 ml വാട്ടർ, 1 ml അമോണിയ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടുവാണ് ചെയ്യാം. അതിനുശേഷം ആഡ് 1 ml അമോണിയം ക്ലോറൈഡ് ആൻഡ് ഗിവിംഗ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ്സ് ആൻഡ് 1 ml ഡൈസോഡിയം ഫോസ്ഫേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ആൻഡ് ഡിസോൾവ് 10 mg in 2 ml വാട്ടർ, 3 ഡ്രോപ്പ് ഓഫ് ടൈറ്റാനിയം യെല്ലോ ടെസ്റ്റ് സൊല്യൂഷൻ പ്ലസ് 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ്. പിങ്ക് കളേഴ്സ് കിട്ടുവാണ് ചെയ്യുക. ഇവിടെ മാത്രം പിങ്ക് കളറാണ്. ഇവിടെ നോക്കിയ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആവുന്നു, ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഇത് പഠിക്കേണ്ടത് ആദ്യം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരുന്നു, പിന്നെ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആവുന്നു, പിന്നെ വീണ്ടും വൈറ്റ് വരുന്നു, അത് പിന്നെ പിങ്ക് ആയിട്ട് മാറുന്നു. ഇങ്ങനെ വേണം ഓർഡറിൽ പഠിക്കാൻ കേട്ടോ. സോ ഡീഗ്രഡേഷനിൽ ഡിസ്കളറേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സിസ്പ്ലാറ്റിൻ ആണ്. സോ സിസ്പ്ലാറ്റിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ഒക്കെയാണ് സിസ്പ്ലാറ്റിൻ. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ആണ്. നമുക്ക് ഇഞ്ചക്ഷനിലാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. കീമോതെറാപ്പി ഡ്രഗ് ആണ് എന്നുള്ളതാണ്. കൂടുതലും ക്യാൻസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഗ്രോത്ത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. വൈറ്റ് ടു യെല്ലോ ക്രിസ്റ്റലൈൻ ഓർ യെല്ലോ പൗഡർ 270 ഡിഗ്രി സെൽഷ്യസ്, ഹൈലി ടോക്സിക് ആണ്. സോ നമ്മൾ നോക്കി വേണം ചെയ്യാൻ. ഇവൻ സ്കിന്നിൽ കൂടെ അബ്സോർബ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. 5 mg in 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹീറ്റ് ടു ബോയിൽ, പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുക, ബ്രൗണിഷ് യെല്ലോ കളർ ചേഞ്ച് ടു റെഡിഷ് ബ്രൗൺ. ഓക്കെ, ആഡ് ടിൻ ക്ലോറൈഡ് ആണെങ്കിൽ റെഡിഷ് ഓറഞ്ച് color changes to reddish brown. In evaporate 0.05 gram in sodium hydroxide, add nitric plus hydrochloric acid, orange residue forms, and dissolve in water, add ammonium chloride gives yellow crystalline precipitate form. So ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആ ഒരു ഓർഡർ തന്നെ പഠിക്കുക. അത് 5 mg 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് ബോയിൽ ചെയ്യുക. ഇനി പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ ബ്രൗണിഷ് യെല്ലോ കളർ റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി ടിൻ ക്ലോറൈഡ് ആണെങ്കിൽ റെഡിഷ് ഓറഞ്ച് കളർ റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറും. ഇനി ഇവാപറേറ്റ് ചെയ്ത് 0.5 gram in sodium ഹൈഡ്രോക്സൈഡിലാണെങ്കിൽ നൈട്രിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുവാണെങ്കിൽ ഓറഞ്ച് റെസിഡ്യൂ അരിങ്ങിട്ടുണ്ടാവുക. ഇനി വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ യെല്ലോ ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സോ ഡിസ്കളറേഷൻ ഫിസിക്കൽ ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ലീവാമിസോൾ ആണ്. സോ ലീവാമിസോൾ അങ്ങനെ അധികം കേൾക്കാനുള്ള ചാൻസ് കുറവാണ് എല്ലാ ആൾക്കാരും. ഇപ്പൊ നമുക്ക് ഫാർമക്കോളജിയിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക എന്താ ലീവാമിസോൾ. സോ ലീവാമിസോൾ എന്ന് പറയുന്നത് നമുക്ക് പാരസൈറ്റിക് വേം ഇൻഫെക്ഷൻ കൊടുക്കുന്ന ഡ്രഗ് ആണ് കേട്ടോ. സോ നമ്മൾ ഈ അസ്കാരിയാസിസ്, ഹുക്ക് വേം ഒക്കെ ഇല്ല, അതിനൊക്കെ കൊടുക്കുന്ന ഡ്രഗ് ആണ്. സോ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡറിലാണ്. ഇവിടെ ഡിസോൾവ് 0.5 gram in 20 ml വാട്ടർ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, 10 മിനിറ്റ് ചൂടാക്കുക, കൂൾ ചെയ്യുക, അതിലേക്ക് സോഡിയം നൈട്രോപ്രോസൈഡ് ആഡ് ചെയ്യുക, റെഡ് കളേഴ്സ് അപ്പിയർ ചെയ്തിട്ട് ടൈം ആകുമ്പോഴത്തേക്കും ഫേഡായി പോവായിരിക്കും ചെയ്യേണ്ടാവുക കേട്ടോ. ഡീഗ്രഡേഷനിൽ ഡിസ്കളറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് എളുപ്പമാണ്, ഒന്നുമില്ല. നമുക്ക് ആകെപ്പെടെ ആ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. 0.5 gram എടുത്തിട്ട് 20 ml ആഡ് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് ചൂടാക്കിയിട്ട് നൈട്രോപ്രോസൈഡ് ആഡ് ചെയ്യുമ്പോൾ റെഡ് കളർ കിട്ടുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലൂഫെനാസൈൻ ഡെക്കോണേറ്റ് ആണ്. സോ ഇതെന്ന് വെച്ചാൽ ലോങ് ആക്ടിങ് പാരന്റൽ ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ആണ്. സോ ഇത് നമുക്ക് എന്താണ് ഈ ഇച്ചിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതിയാവും. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ടൈപ്പാണ്. ക്രോണിക് ഷീസോഫ്രെനിക് കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടാവുക. പെയിൽ യെല്ലോ വിസ്കസ് ലിക്വിഡ് ആണ്. ഭയങ്കര വിസ്കസ്, അത്ര വേന കൂടുതൽ കേട്ടോ. യെല്ലോ ക്രിസ്റ്റൽ സോൾട്ട്, ഫെയിൻ എസ്റ്റർ ലൈക്ക് ഓർഡർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് 32 ഡിഗ്രി സെൽഷ്യസ്. So 5 mg in 2 ml sulfuric acid, stand 5
5 minutes. So reddish brown color കിട്ടും. 5 mg 2 ml സൾഫ്യൂരിക് ആസിഡ്. ഇനി 5 mg ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഇവിടെയും കണ്ടു, ഇത് സെയിമാ. സോ 2 ml ആണെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ അപ്പിയേഴ്സ്. ഇനി 5 mg ഇൻ വാട്ടർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി 5 mg ഇൻ സൂക്രോസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ 5 മിനിറ്റ് നിൽക്കുവാണെങ്കിൽ റെഡ് കളർ നമുക്ക് കിട്ടും. ഡീഗ്രഡേഷനിൽ ഡിസ്കളറേഷനും ഫിസിക്കൽ ചേഞ്ചും ഉണ്ട് എന്നുള്ളതാണ്, മറന്നു പോവരുത്. സോ നെക്സ്റ്റ് വൺ ഈസ് ടാമോക്സി ഫെൻ സിട്രേറ്റ് ആണ്. സോ ഇത് വൈറ്റ് ക്രിസ്റ്റൈൻ പൗഡർ ആണ് കേട്ടോ, മറന്നു പോകരുത്. ഈ ടാമോക്സിഫെൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കൂടുതൽ നിങ്ങൾ ഫാർമക്കോളജിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ടാമോക്സിഫെൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാമോക്സിഫെൻ സിട്രേറ്റ് സാൾട്ട് ഫോം ആണ്, ഹോർമോൺ ബേസ്ഡ് മെഡിക്കേഷൻ ആണ്. സോ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെയൊക്കെ ബൈൻഡ് ചെയ്ത് പിന്നെ ഫർദർലി ഈസ്ട്രോജന്റെ എഫക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഒരു നാച്ചുറൽ ഫീമെയിൽ ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ, അറിയാലോ അല്ലേ? സോ നമുക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. സോ ഷേക്ക് 10 mg വിത്ത് എഥനോൾ എടുക്കുക, അത് 10 mg ആഡ് ചെയ്യുക, വെള്ളം, അമോണിയം ഫോസ്ഫോ മോൾബിഡിക് ആസിഡും ലൈറ്റ് ബ്ലൂ കളർ കിട്ടും. ഇനി പീരിഡിനും അസറ്റിക് അൺഹൈഡ്രേസ് ആഡ് ചെയ്ത് ഷേക്ക് ചെയ്യുമ്പോൾ യെല്ലോ കളേഴ്സ് നമുക്ക് കിട്ടും. ആൻഡ് ഹീറ്റ് ഫോർ 2 minutes പിങ്ക് ഓർ റെഡ് കളർ ഫോംസ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, 10 mg വിത്ത് എഥനോൾ ആൻഡ് വാട്ടർ, അമോണിയ, phosphomolbidic acid, light blue color and form കിട്ടും. And add pyridine plus acetic anhydride, shake, yellow color appears. Heat for 2 minutes, pink or red colors form. അപ്പം മറന്ന് പോകരുത്. ഇനി ടെസ്റ്റ് ഫോർ മെഡിസിനൽ പ്ലാന്റ്. ഇനി മെഡിസിനൽ പ്ലാന്റ് ആണ്, നമ്മൾ ഓരോ കോമ്പൗണ്ട് പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് പോഡോഫിലിയം റെസിൻ ആണ്. സോ റെസിൻ ഫ്രം പോഡോഫിലിയം ഹെക്സാഡ്രം ആൻഡ് പെൽറ്റം. സോ ഇത് പഠിക്കണം, എന്തായാലും പഠിച്ചേ പറ്റും. കോമ്പോസിഷൻ, ഡിസ്ക്രിപ്ഷൻ ലൈറ്റ് ബ്രൗൺ ഗ്രേഷ് യെല്ലോ മാസ് ഡാർക്കൻ ഇൻ ലൈറ്റ് ഓർ ഹീറ്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് 184 ഡിഗ്രി സെൽഷ്യസ്. കെമിക്കൽ ടെസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. 0.2 gram ഇൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ക്ലിയർ യെല്ലോ കളർ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മൾ 0.2 gram പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആകുമ്പോൾ ക്ലിയർ യെല്ലോ സൊല്യൂഷൻ ഡാർക്കൻ ആവട്ടെ. നമ്മൾ വെച്ചുകൊണ്ടിരിക്കും തോറും അത് ഡാർക്കായിട്ട് ആയിരിക്കും. ലാബ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അസിഡിഫൈങ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡിനൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ റെസിൻ പ്രസിപിറ്റേറ്റിംഗ്. ഈ റെസിനൊക്കെ നിങ്ങൾ മിക്കവാറും ലാബിൽ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര കട്ടിയൊക്കെ ആയിട്ട് വിസ്കസ് ആയിട്ടൊക്കെ ഇരിക്കുക, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ ഈ വാട്സ് ഇല്ലേ, നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ഉണ്ണികളില്ല, ജെനറ്റൽ വാട്സ് അല്ലെങ്കിൽ ഏനൽ വാട്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ പോഡോഫിലം റെസിൻ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാറില്ല, അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ വാട്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. സോ 10 mg ഇൻ എഥനോളിൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഡീപ്പ് ഡാർക്ക് ഗ്രീൻ കളർ അപ്പിയേഴ്സ് ആവും. പിന്നെ 10 mg ഇൻ എഥനോൾ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഓറഞ്ച്, ബ്രൗൺ ഓർ യെല്ലോ ഗ്രീൻ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഡീഗ്രഡേഷനിൽ ഡാർക്കൻ ഇൻ ലൈറ്റ് ഓർ ഹീറ്റ്. നെക്സ്റ്റ് വൺ സെന്ന ലീഫ് ആണ്. ഡ്രൈഡ് ലീഫ്ലെറ്റ്സ് ഓഫ് കെഷിയ അക്വസ്റ്റിഫോളി അംഗോസ്റ്റിഫോളി നിങ്ങൾക്ക് അറിയാം. സോ കെമിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എഥനോൾ എക്സ്ട്രാക്ട് ചെയ്ത് വിത്ത് ഈത്തൈൽ അസ്റ്റേറ്റ് ആണെങ്കിൽ റെഡിഷ് യെല്ലോസ് അക്വസ് ലെയർ ആണ്. ആഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹീറ്റ് ആണെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവും. സ്പ്രിങ്കിൾ 10 mg ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഗ്രീനിഷ് ബ്രൗൺ കളർ അപ്പിയർ. സോ നിങ്ങൾ സെന്നേൻ്റെ ഒക്കെ കെമിക്കൽ ടെസ്റ്റിംഗിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അപ്പം നിങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഡീഗ്രഡേഷൻ ടെസ്റ്റിൽ ഡിസ്കളറേഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇപ്പേക്യ റൂട്ട് ആണ്. റൂട്ട് ഓഫ് സെഫലിസ് ഇപ്പേക്യ ക്യുവാന ഓർ സി അക്യുമിനേറ്റ നിങ്ങൾക്ക് അറിയാം. മീൻസ് സി മീൻസ് സെഫലിസ് ആണ് കേട്ടോ. സോ കെമിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ പൗഡർ വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് വാം ഗീസ് ഓറഞ്ച് കളർ അപ്പിയർ. സോ നമ്മൾ എന്തെങ്കിലും ഓറഞ്ച് കളറാണ് കിട്ടുക, ഹൈഡ്രജൻ പെറോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. നെക്സ്റ്റ് എക്സ്ട്രാക്ട് വിത്ത് അമോണിയ ഡൈക്ലോറോമെയ്ഥൈൻ ഇവാപറേറ്റ് ഫിൽട്ടർ ഷോ കാറ്റസിക് റെസിഡ്യൂ. സോ നമ്മൾ ഈ അമോണിയം ഡൈക്ലോറോമേറ്റും കൂടെ നമ്മൾ വെച്ച് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവാപറേറ്റ് ചെയ്തിട്ട് അവിടെ ബാക്കി റെസിഡ്യൂ കിടക്കും. ആ റെസിഡ്യൂ വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത് എന്ത് കണ്ടന്റ് ഉണ്ടോ, നല്ലതാണോ ചീത്തയാണോ നമ്മൾ അറിയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഡോസേജ് ഫോമിൽ നമ്മൾ അറിയുന്ന ടെസ്റ്റുകളാണ്. ഫസ്റ്റ് വൺ ഈസ് ബേരിയം സൾഫേറ്റ് പൗഡർ ഫോർ സസ്പെൻഷൻ. സോ സസ്പെൻഷൻ ഉപയോഗിക്കുന്ന ബേരിയം സൾഫേറ്റ് പൗഡർ ആണ്. വൈറ്റ് ഒരു ക്രീമി വൈറ്റ് പൗഡർ ആണ്. ബൾക്കി ഒരു ഗ്രാനുലർ ആണ്. യൂസ് ദ പൗഡർ ഡയറക്ട്ലി ആസ് എ ടെസ്റ്റ് സബ്സ്റ്റൻസ്. നമ്മൾ ഈ പൗഡറിനെ നമുക്കുള്ള പൗഡർ ഡയറക്ട്ലി ഉപയോഗിക്കാം. ചിലത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റിലും അല്ലെങ്കിൽ എഥനോളിക് എക്സ്ട്രാക്റ്റിലും ഒക്കെ നമ്മൾ പോവേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഡയറക്ട്ലി പൗഡറായിട്ട് ഉപയോഗിക്കുന്നു. സോ സസ്പെൻഡ് 20 mg ഓഫ് ടെസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ അപ്രോക്സിമേറ്റ് 1 ml ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ 20 mg powder, 1 ml of hydrochloric acid, test solution and introduce into non-luminous flame using a
മാഗ്നീസിയ സ്റ്റിക്ക് ഓർ നിക്രോം ഓർ പ്ലാറ്റിനം വയർ സീൽ ടു ഗ്ലാസ് റോഡ്. ഒന്നെങ്കിൽ മെഗ്നീഷ്യ സ്റ്റിക്ക് എടുക്കുക, ഇല്ലെങ്കിൽ നിക്രോം അല്ലെങ്കിൽ പ്ലാറ്റിനം വയർ സീൽഡ് ആയിട്ടുള്ള ഗ്ലാസ് റോഡ് എടുക്കുക. എന്നിട്ട് നോൺ ഇലൂമിനിയസ് ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പോൾ ഒരു പെയിൽ ഗ്രീൻ ഫ്ലെയിം കിട്ടും. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സബ്സ്റ്റൻസ് ഒന്നും ഇൻകോപ്പറേറ്റ് ചെയ്ത് ആ കളർ മാറി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റിയാക്ഷൻ സംഭവിക്കുന്നതാണ്. 10 ml വെള്ളം എടുക്കുക, 1 gram ഓഫ് അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് എടുക്കുക, 0.30 gram ഓഫ് ടെസ്റ്റ് സബ്സ്റ്റൻസ് എടുക്കുക, 5 മിനിറ്റ് ബോയിൽ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് acidify the filter with hydrochloric acid and test solution and add 1 ml of barium chloride test solution a white precipitate form. രണ്ടാമത്തേതിൽ മറ്റടുത്ത് പെയിൽ ഗ്രീൻ ഫ്ലെയിം ആണെങ്കിൽ ഇവിടെ വൈറ്റ് precipitate ആണ്. അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് എടുക്കുക, 5 മിനിറ്റ് തിളപ്പിക്കുക, ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, barium chloride, white PPT. Next one is dissolve approximate 1 gram of test substance in 1 ml of acetic acid and 25 ml of water. Boil, shake, cool and filter. ഫിൽട്ടർ ടർബിഡ് ആയിട്ട് കാണുവാണെങ്കിൽ പിന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം. നമ്മളിവിടെ ആദ്യം ഫിൽട്ടർ ചെയ്തല്ലോ, നമ്മൾ വീണ്ടും ഫിൽട്ടർ ചെയ്യേണ്ടി വരും. ആൻഡ് ആഡ് 1 ml സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് സൊല്യൂഷൻ. ഒപ്പാലസെൻസ് വിത്തിൻ 30 minutes ഒപ്പാലസെൻസ് ഇല്ലെങ്കിൽ എന്താണ് സൊല്യൂബിൾ ബാരിയം സോൾട്ട് ഇല്ല എന്നർത്ഥം. നമ്മളിവിടെ സോൾബിൾ ബാരിയം സോൾട്ട് ഇല്ല എന്നർത്ഥം. നമ്മൾ 30 minutes വെക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഒപ്പാലസെൻസ് 30 minutes വിത്തിൻ 30 minutes ഒപ്പാലസെൻസ് ഇല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് സോല്യൂബിൾ ബാരിയം സോൾട്ട്. ഇനി ഉണ്ടെങ്കിലോ അവിടെ സോലുബിൾ ബാരിയം സോൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. 1 ml of acetic acid, 25 ml of water, boil, shake, cool, filter ടർബിഡ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും നോക്കി. ടർബിഡിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ബേരിയം സാൾട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. സോ ഡിസ്കളറേഷൻ ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻഡിക്കേറ്റ് ഡീഗ്രഡേഷൻ. ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ ഡീഗ്രഡേഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് അമിക് സൾഫൈറ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സ്റ്റെറൈൽ സൊല്യൂഷൻ യൂഷ്വലി കാണാൻ 250 mg ഓഫ് അമിക് ആസിഡ് സൾഫേറ്റ് പെർ ml. 1 ml 250 mg ഉണ്ടാവുക. സോ നമ്മൾ ആംബ്യൂൾസ് ആണല്ലോ ഉണ്ടാവുക അല്ലെ. സോ പൂൾ ആംബ്യൂൾസ് ഈക്വൽ ടു 1.0 gram ഓഫ് അമിക് ആസിഡ് സൾഫേറ്റ് ആൻഡ് ഡിവൈഡ് ഇൻടു 2 equal വോളിയം. സോ നമ്മൾ 1.0 gram എടുക്കുക, എന്നിട്ട് അത് 2 equal വോളിയം ആയിട്ട് മാറ്റുക ഈ ആംബ്യൂളിൽ നിന്ന്. കാര്യം 1 ml ആയിരിക്കുമല്ലോ ഉണ്ടാവുക, പെർ ml 250 mg ആണ്. എന്നിട്ട് ഡൈലൂട്ട് 1 വോളിയം ടു 25 ml വിത്ത് വാട്ടർ. സോ ടെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ഒരു പോർഷൻ 20 ml വെള്ളമായിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യുക, 2 പോർഷൻ ഒരു പോർഷൻ. ഇനി 1 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ് സൊല്യൂഷൻ ടു 3 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ 2. സോ 1 ml സോഡിയം ഹൈഡ്രോക്സൈഡ് TS2, 3 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ 2 മിക്സ് ചെയ്യുക. 2 ml കൊബാൾട്ട് നൈട്രേറ്റ് ടെസ്റ്റ് സൊല്യൂഷൻ വൈറ്റ് കളർ കിട്ടുന്നു. ഇനി 2 ml ഓഫ് ആന്ത്രോൺ ടെസ്റ്റ് സൊല്യൂഷൻ ടു 1 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ 1 ബ്ലൂയിഷ് വൈൽഡ് കളർ. അപ്പൊ നമ്മൾ അതിൽ ഓൾറെഡി ടെസ്റ്റ് സൊല്യൂഷൻ 1 ഇരിപ്പുണ്ട്, അത് ആന്ത്രോൺ 2 ml ആന്ത്രോൺ ആഡ് ചെയ്യുക, ബ്ലൂയിഷ് വൈൽഡ് കിട്ടും. എ ഫ്യൂ ഡ്രോപ്പ് ഓഫ് ബേരിയം ക്ലോറൈഡ് ടെസ്റ്റ് സൊല്യൂഷൻ ടു 2 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ 2. ഇനി രണ്ടാമത്തെ പോർഷൻ എടുക്കുക. രണ്ടാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, വൈറ്റ് PPT ഫോം ചെയ്യും, ഇൻസോലബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കും, ഇൻസോലബിൾ ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ നമ്മുടെ കയ്യിൽ 2 പോർഷൻ ഉണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. ഡൈലൂട്ട് 1 വോളിയം ഓഫ് 25 ml വിത്ത് വാട്ടർ ടെസ്റ്റ് സൊല്യൂഷൻ 2 ആണ്, മറന്നു പോകരുത്. നമ്മൾ 2 ഈക്വൽ പോർഷൻ ആക്കി അതിൽ 1 വോളിയം ടു 25 ml ആണ് ടെസ്റ്റ് സൊല്യൂഷൻ 2 എന്ന് പറയുന്നത്. അപ്പം വിട്ടുപോകരുത്. ഡീഗ്രഡേഷൻ ടെസ്റ്റിലാണെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ 1 ഇൻഡിക്കേറ്റ് ഡീഗ്രഡേഷൻ. നമ്മൾ 1-ൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഡീഗ്രഡേഷൻ ഉണ്ട്. കാര്യം എന്തുകൊണ്ടാണ്, 2 ml ആണ് ഹയർ ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്, എന്താ ഡൈലൂട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പോർഷൻ നമ്മൾ അങ്ങനെ ഡൈലൂട്ട് ചെയ്തിട്ട് ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ സിട്രിമൈഡ് ക്രീമാണ്. 5 mg സിട്രിമൈഡ് പെർ ഗ്രാം ഇൻ ക്രീം ബേസിൽ ഉണ്ടാവുക. വെയിറ്റ് ഇൻ എമൗണ്ട് ഈക്വൽ ടു 10 mg സിട്രിമൈഡ് ഫോർ ഡയറക്ട് ടെസ്റ്റ്. നമ്മൾ ഡയറക്റ്റ്ലി ആണ് ടെസ്റ്റ് ചെയ്യുക. 10 mg നമ്മൾ എടുക്കുക. 20 mg സിട്രിമൈഡ് ഡിസോൾവ് ഇൻ 10 ml സോഡിയം ക്ലോറൈഡ്. സോ 10 ml സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുക. ടെസ്റ്റ് സൊല്യൂഷൻ വാം, ഷേക്ക്, കൂൾ, ഫിൽട്ടർ. സോ ഷേക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 10 mg സിട്രിമൈഡ് ഉണ്ട്, ഡയറക്ട് ടെസ്റ്റ് ഉപയോഗിക്കുവാണ്. 20 mg സിട്രിമൈഡ് വേ ചെയ്യുക. 10 ml ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ ചെയ്യാം. ഷേക്ക് ടെസ്റ്റ് സബ്സ്റ്റൻസ് 10 ml വാട്ടർ. 10 ml വെള്ളത്തിലേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് കലക്കുക. ലാർജ് എമൗണ്ട് ടു ഫോംസ്, വലിയ രീതിയിൽ പത വരും. സിട്രിമൈഡ് അങ്ങനെ ഇതുണ്ട് കേട്ടോ, പത വരും. ആഡ് 5 ml ഓഫ് നൈട്രിക് ആസിഡ് ടെസ്റ്റ് സൊല്യൂഷൻ ടു 5 ml ഓഫ് ഫോം സൊല്യൂഷൻ. നമ്മുടെ ഫോം സൊല്യൂഷൻ എടുക്കുക, അതിൽ 5 ml നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. 5 ml സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുക. ഒരു ഫെയിൻറ്റ് ഒപ്പാലസൻസ് നമുക്ക് കിട്ടും. 30 minutes in darkness. അപ്പോൾ ആഫ്റ്റർ 30 minutes in darkness, a faint yellow grey precipitate forms.
അപ്പോൾ നമ്മൾ എന്താ ഇരുട്ട് ഭാഗത്തേക്ക് മാറ്റി വെക്കുമ്പോൾ ഒരു ഫൈൻ യെല്ലോ ഗ്രേ പ്രസിപ്പിറ്റേറ്റ് വരും. ആൻഡ് ആഡ് 1 ml ഓഫ് സൾഫാമിക് ആസിഡ് test solution, 1 drop of methyl orange ethanol test solution, and 2 ml dichromomethane are to 5 ml water. The dichloromethane layer remain colorless. So നമ്മൾ സൾഫാമിക് ആസിഡും മീഥൈൽ ഓറഞ്ചോ എത്തനോളോ അല്ലെങ്കിൽ ഡൈക്ലോറോമീഥൈനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കളർലെസ് ആയിട്ട് ഉണ്ടാകും. 3 ml of test solution, a yellow color appears in dichromate layer. സോ റെഡ്യൂസ് 3 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ. നമ്മൾ ഈ ടെസ്റ്റ് സൊല്യൂഷനെ നമ്മൾ 3 ml ഇട്ട് കുറയ്ക്കുവാണ് ചെയ്യുക. അത് 2 ml ആക്കി മാറ്റണം. എങ്ങനെ? വാട്ടർ ബാത്തിൽ ഇവാപ്പറേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. 2 ml ഓഫ് ഫെറിക് സയനൈഡ് ആഡ് ചെയ്യണം. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. സോ ഡിസ്കളറേഷൻ ഇൻഡിക്കേറ്റ് ഡീഗ്രഡേഷൻ. ഈ ടെസ്റ്റുകൾ എനിക്ക് വെറുതെ വായിച്ച് പറയാനേ പറ്റുള്ളൂ. എൻ്റെ അകത്തുള്ളത് നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിച്ച് തന്നെ പോകുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ടെസ്റ്റുകളൊക്കെ അതിൻ്റെ കറക്റ്റ് ഫോമുകൾ പഠിച്ചു പോവാം. നെക്സ്റ്റ് വൺ സിട്രമൈഡ് ഇഞ്ചക്ഷൻ ആണ്. സിട്രമൈഡ് ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ എ സ്റ്റെറൽ സൊല്യൂഷൻ കണ്ട് 2 mg സിട്രമൈഡ് per ml. ഒരു ml 200 mg ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 2 വോളിയം തന്നെ ആക്കുക. എന്ത് നമ്മൾ സിട്രമൈഡ് 2 വോളിയം ആക്കില്ല, അതായത് 2 ഈക്വൽ വോളിയം ആക്കുക. ഹീറ്റ് 1 ml ടെസ്റ്റ് സൊല്യൂഷൻ ഓവർ എ വാട്ടർ ബാത്ത് അണ്ടിൽ ഡ്രൈ, ഇഗ്നൈറ്റ് റെസിഡ്യൂ, വേപ്പർ, ഡാർക്ക് ആൻഡ് മോയ്സ്ചർ ലീഡ് ടു നൈട്രേറ്റ് പേപ്പർ. സോ ഇവിടെ നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഇവാപ്പറേറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ബാക്കി കിട്ടിയ റെസിഡിനെ ഇഗ്നീറ്റ് ചെയ്യുക, കത്തിക്കുക. അപ്പോൾ നമുക്ക് വേപ്പർ, ഡാർക്ക് ആൻഡ് മോയ്സ്ചൻഡ് ലെഡ് നൈട്രേറ്റ് പേപ്പർ. സോ നമ്മൾ ഈ വേപ്പർ ഡാർക്കൻ ആയിരിക്കും, ഇത് നമ്മൾ നൈട്രേറ്റ് പേപ്പറിൽ മോയ്സ്ചർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ ഈ നൈട്രേറ്റിന്റെ പേപ്പർ ഉണ്ട്, അതിൽ ലെഡ് നൈട്രേറ്റ് പേപ്പറാണ്. സോ എന്താണ്, വേപ്പേഴ്സ് ഡാർക്കൻ മോയ്സ്ചൻഡ് ലീഡ് നൈട്രേറ്റ് പേപ്പർ. സോ നമ്മൾ ഇത് ഭയങ്കരമായിട്ട് ഡാർക്കനാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഇസ് ഡൈലൂട്ട് 1 ml ടെസ്റ്റ് സൊല്യൂഷൻ വിത്ത് 10 ml വാട്ടർ. എന്താണ് 1 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ വിത്ത് 10 ml വാട്ടർ. ആഡ് 1 ഡ്രോപ്പ് ഓഫ് അമോണിയ ആഡ് ചെയ്യുക. 1 ഡ്രോപ്പ് ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ഹീറ്റ് ഗ്രേയിഷ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം സോല്യൂബിൾ ഇൻ എക്സസ് അമോണിയ. 1 ml ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക, 10 ml വെള്ളത്തിൽ ആഡ് ചെയ്യുക, 1 ഡ്രോപ്പ് ഓഫ് അമോണിയ, 1 ഡ്രോപ്പ് ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ചൂടാക്കുക. ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് ഇത് സോല്യൂബിൾ ചെയ്യുന്നു. എവിടെ? അമോണിയയിൽ നമുക്ക് എക്സസ് അമോണിയ സോല്യൂബിൾ ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂ ഡ്രോപ്പ് പൊട്ടാസ്യം അയഡോ ബിസ്മ്യൂത്തേറ്റോ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുക. 1 ml ഡൈലൂട്ട് ടെസ്റ്റ് സൊല്യൂഷൻ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു ആണ് അടുത്ത ടെസ്റ്റ് കേട്ടോ. അപ്പം ഇതിൽ മിനിമം നിങ്ങൾ 2 ടെസ്റ്റെങ്കിലും പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നിസ്റ്റാലിൻ ഓയിൻമെന്റ് ആണ്. സോ കണ്ടെയ്ൻ എത്രയാണ് 100,000 ഓഫ് നിസ്റ്റാലിൻ പെർ ഗ്രാം ഇൻ എൻ ഓയിൻമെന്റ് ബേസ് ആണ്. സോ പ്രിപ്പയർ എ സൊല്യൂഷൻ വിത്ത് എൻ എമൗണ്ട് ഈക്വൽ ടു 22,000 international unit nystatin. Dissolve in 25 ml dimethyl formamide shake, filter, evaporate, use residue as a test substance. ഇവിടെ നമ്മൾ വെച്ച് ഫിൽട്ടർ ചെയ്ത് ഇവാപറേറ്റ് ചെയ്ത് ബാക്കി കിട്ടുന്ന റെസിഡ്യൂ ആണ് നമ്മൾ ടെസ്റ്റ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാം ഡയറക്റ്റ്ലി എടുത്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ എന്താണ് റെസിഡ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. സോ കെമിക്കൽ ടെസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് 2 ml സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. 5 mg ടെസ്റ്റ് സബ്സ്റ്റൻസ് ഡാർക്ക് വയലറ്റ് കളർ കിട്ടുന്നു. അതിനുശേഷം 1 ml എത്തനോൾ, 1 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് 5 mg ടെസ്റ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഷേക്ക് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, റെസോസിനോൾ ക്രിസ്റ്റൽസ് ആഡ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക, ഒരു പിങ്ക് കളർ ഫോം ചെയ്യും. ഇവിടെ റെസിഡ്യൂ കിട്ടിയ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഡിസോൾവ് 5 mg ടെസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ 2 ml ethanol, filter 1 ml of hydrochloric acid and 2 drop of ferric chloride and a dark green color. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡാർക്ക് വയലറ്റ്, പിങ്ക് കളർ, ഡാർക്ക് ഗ്രീൻ കളർ. ഇത് തിരിഞ്ഞു പോകരുത്. മിക്കവാറും ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാല്യൂ ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ വെക്കാറുണ്ട്. ഡിസ്കളറേഷൻ ആണെങ്കിൽ ഡീഗ്രഡേഷൻ ഉണ്ട്. മിക്കവാറും എല്ലാത്തിലും അങ്ങനെയാണ്. പാരസ്റ്റമോൾ സപ്പോസിറ്ററി ആണ്, 100 mg ഓഫ് പാരസ്റ്റമോൾ ആണ് ഓരോ സപ്പോസിറ്ററിക്കകത്തും ഉണ്ടാവുക. 100 mg മറന്നു പോകല്ലേ. ഒരു സപ്പോസിറ്ററി വേ ചെയ്യുക. Dissolve equal to 0.5 gram paracetamol in 25 ml light petroleum. So light petroleum 25 ml light petroleum 0.5 gram paracetamol ഉണ്ടാകണം. വാം ചെയ്യുക. ഡീകാൻഡ് ആൻഡ് വാഷ് റെസിഡ്യൂ 3 times with 25 ml light petroleum. 3 പ്രാവശ്യം കിട്ടിയ റെസിഡ്യൂന് എന്ത് ചെയ്യുക, വീണ്ടും വാഷ് ചെയ്യാം 3 times കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് അപ്രോക്സിമേറ്റ് 170 ഡിഗ്രി സെൽഷ്യസ് ആണ്. യൂട്ടിലിറ്റി ടെമ്പറേച്ചർ ആണെങ്കിൽ വിത്ത് ബെൻസാനിലേറ്റ് അപ്രോക്സിമേറ്റ് 137 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ യൂട്ടിലിറ്റി ടെമ്പറേച്ചർ പറയാൻ കാര്യം എന്തുകൊണ്ടാണ്, സപ്പോസിറ്ററി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ചെറിയൊരു ചൂടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡി അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് യൂണിറ്റ് ടെമ്പറേച്ചറും കൂടെ പറഞ്ഞിരിക്കുന്നത്. സോ 0.10 gram ടെസ്റ്റ് സബ്സ്റ്റൻസ് 10 ml വാട്ടറിൽ 1 ഡ്രോപ്പ് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക, ഇന്റൻസ് ഫയൽ ബ്ലൂ കളർ കിട്ടും. 0.10 gram of test substance in 10 ml water, 1 drop ferric chloride and intensified blue color appears. In 1 ml hydrochloric acid to 0.1 gram test substance, ബോയിൽ 1 minute. നമ്മൾ 1 മിനിറ്റോളം തിളപ്പിക്കുക, 10 ml വെള്ളം ആഡ് ചെയ്യുക. പ്രസിപിറ്റേറ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ, കൂൾ, നോ precipitate forms, add 1 ml potassium dichromate and shake while color form does not turn red. സോ ഡിസ്റ്റിങ്വിഷ് ഫ്രം ഫീനാസെറ്റിൻ. സോ ഫീനാസെറ്റിൻ എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഫീനാസെറ്റിന് മാറ്റമുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡസ് നോട്ട് ടേൺ റെഡ് എന്ന് പറയുന്നത് കേട്ടോ. റെഡ് ആണെങ്കിൽ ഫീനാസെറ്റിൻ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ എങ്ങനെ പറഞ്ഞേ, ഇച്ചിരി കൺഫ്യൂഷൻ ആണ്. 1 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് 0.10 gram ടെസ്റ്റ് സബ്സ്റ്റൻസ് എടുക്കുക, 1 മിനിറ്റ് തിളപ്പിക്കുക, ഇനി 10 ml വെള്ളം ആഡ് ചെയ്യുക, കൂൾ ചെയ്തിട്ട് precipitate ഫോം ചെയ്യില്ല എങ്കിൽ ആഡ് 1 ഡ്രോപ്പ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യുക, ഷേക്ക് ചെയ്യുക, വൈൽ കളർ ഫോം ചെയ്യുന്നു, ഡസ് നോട്ട് ടേൺ റെഡ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് WHO ഗൈഡ്ലൈൻ ഫോർ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഹെർബൽ ഡ്രഗ്സ് ആണ്. ഇത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കുക. ഞാൻ ഇത്രയും ടോപ്പിക് വെച്ച് നിർത്തുവാണ്, ഇതിനെ പറ്റുന്നവർ പഠിക്കുക. ജനറൽ ടെസ്റ്റ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് ഫോർ കണ്ടാമിനൻസ്. സോ നമുക്ക് WHO ഗൈഡ്ലൈൻ കൊണ്ടുവന്നത് ക്വാളിറ്റി കൺട്രോളിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. സോ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഉണ്ട്, സൈസ്, കളറ്, സർഫസ്, ഓർഡർ, ടേസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട അത്യാവശ്യമാണ്. ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ടാവാനേ പാടില്ല. അത് ഇൻസെക്റ്റുകൾ, മോൾഡ്, ആനിമൽ കണ്ടാമിനേഷൻ ഒന്നും പാടില്ല, അബ്നോമൽ ഓർഡർ പാടില്ല, ഡിസ്കളറേഷൻ, സ്ലൈം, ഡീറ്റിയോറേഷൻ നശിച്ചായിട്ടൊന്നും തോന്നാനായിട്ടൊന്നും പാടില്ല. പാർട്ടിക്കിൾ സൈസിന്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സൈസ് പഠിക്കണം ഞാൻ പറയില്ല. കോഴ്സ് മോഡലിറ്റി ഫൈന് വെരി ഫൈൻ എന്ന് പഠിക്കുക. ആൻഡ് നമ്പർ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഇത്രയുമാണ്. ഈ ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയും കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. കാര്യം ഇത്രയും പഠിച്ച് നമുക്ക് ബാക്കി സെക്കൻഡ് പാർട്ട് പഠിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, ഓരോന്നും എടുത്തു വെച്ച് തന്നെ പഠിക്കുക. അത്രയും ഷോർട്ടാക്കി നിങ്ങൾക്ക് ഈസി ആക്കി തന്നിട്ടുണ്ട്. ഓരോ ടെസ്റ്റുകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് അതുപോലെ എഴുതിയാൽ മതി, വേറെ നോക്കേണ്ട ആവശ്യം തന്നെ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.